ബഹളം വെച്ചല്ലോ എങ്ങോട്ടാണോ ഹോളിഡേ ഉണ്ടായി ഹലോ, ഒരു സംഘം തന്നെ ഉണ്ടല്ലോ കൂടെ. എന്റെ ഫ്രണ്ട്സാ. ഇത് ക്യാപ്റ്റൻ നായർ, ഇത് ഉണ്ണി, ഇത് ദാസ്, ഇത് ഫിലിപ്പ്. ഞാൻ വലിയ തമാശക്കാരനാണോ? ചുമ്മാ പോവാ എങ്ങോട്ടെ? ബോട്ടിങ്. വാന്നേ സാറേ. ഞാനല്ലേ അത് പറഞ്ഞാ മതി. പോയാവല്ലേ? ശരി, ഹലോ ഗൈസ്, കം ബൈ. You are doing something great here. Try the boat. നീ പോയി കപ്പലോടിക്കുന്നവരാ. വലിയ കപ്പലോടിക്കാൻ പറഞ്ഞിട്ട് കാര്യമില്ല. In the morning by the sea. In the morning, in the morning, in the morning by the sea. If I am a captain like this and if I want to marry, I would marry Captain's daughter more than anybody. Oh, I would drive, she would drive, both would drive together, running up in the middle of the night and losing each other. Hey, what happened to you? ഒന്നുമില്ല. ഒന്നും വിചാരിക്കരുത്, വെറുതെ തമാശക്ക്. എനിക്കിങ്ങനെ ബഹളം വെക്കുന്ന ഇഷ്ടമല്ല. പാടാൻ അറിയാവുന്നോണ്ടൊന്നുമല്ല. വിരോധമില്ലെങ്കിൽ മിസ്സസ് ക്യാപ്റ്റൻ ഒരു പാട്ട് പ്ലീസ്. എനിക്ക് വയ്യ. ഒന്ന് രണ്ടുപേര് പാടുന്നേ. ഷീസ് എ പോയറ്റസ്. എന്നാ ഒരു കവിത. കുറെ നേരമായല്ലോ, എന്തൊരു ബോറാ. അവൻ കലാകാരനല്ലേ, കുറെ സമയം എടുക്കും. എടാ, നീ അവിടെ എന്തോ എടുക്കായിരുന്നു? 1 മണിക്കൂറായല്ലോ പോയിട്ട്. എന്തും സമയമെടുത്ത് ആസ്വദിക്കുന്നവനാ ഞാൻ. ഇതെനിക്കല്ലേ? എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് മോർ ദാൻ എ ഫിസിക്കൽ എക്സ്പീരിയൻസ്. ഹ്യൂമൻ അനാറ്റമിയുടെ സ്പെസിമെന്റെ ഓരോ എക്സാമ്പിൾസ് ആണ്. തേങ്ങാക്കോല കൊള്ളാവുന്ന ഉരുപ്പടി തന്നെ, സമ്മതിച്ചു. എന്നാ നിനക്ക് പിടിച്ചില്ലേ? ബോറേ, ഇത്തരം അലവലാദികളൊക്കെ ഇവൻ പിന്നെ പിന്നെ വിളിച്ചോണ്ട് വരുന്ന എന്തിനാ? കഴിഞ്ഞ തവണ തോന്നിയില്ലായിരുന്നോ നിനക്ക്? കഴിഞ്ഞ തവണ അവളിവിടെ വന്നപ്പോ തോന്നിയില്ലായിരുന്നോ നിനക്കിത്? തോന്നാനിട്ടല്ല, അപ്പോഴത്തെ ബൂസിന്റെ പുറത്ത് ഞാനത് അറിഞ്ഞില്ല. ഒരു സെക്കൻഡ് ടൈമിന് ഞാനില്ല അളിയാ. ദാസേ, നിന്റെയൊക്കെ ഈ സൗന്ദര്യത്തെ കുറിച്ചുള്ള സങ്കല്പം ഉണ്ടല്ലോ, വളരെ ചീപ്പാണ്. കറക്റ്റ്. വട്ടമുഖം,
വെളുത്ത തൊലി, പട്ട് സാരി. ഞാനങ്ങനെയല്ല. ചേഞ്ച് വേണം. വൈകൃതത്തിലും സൗന്ദര്യം കണ്ടെത്തുന്നവനാണ് ഞാൻ. നിന്നെപ്പോലെ തടിച്ചു കൊഴുത്തിരിക്കണമെന്നും പറഞ്ഞാൽ മനസ്സിലാവൂലടാ. അതിനൊക്കെ ഒരു ആർട്ടിസ്റ്റിന്റെ മൈൻഡ് വേണം. ഓ സമ്മതിച്ചേ, എനിക്കില്ലാത്ത ഒന്ന് നിനക്കുണ്ട്. ഫിലിപ്പേ, എനിക്കില്ലാത്ത ഒന്ന് നിർത്തളിയാ. ദൈവമേ, ഇക്കണക്കിനാ കൃഷ്ണനുണ്ടി വരാത്ത നന്നായി. വന്നിരുന്നെങ്കിൽ അവന്റെ ന്യായപ്രമാണം കൂടെ നമ്മൾ കേൾക്കേണ്ടി വന്നേനെ. ഫിലിപ്പേ, നീ പോകുന്നില്ലേ? ഇവൻ പറഞ്ഞ പോലെ പാർട്ടി അത്ര സുമാരല്ലാത്ത സ്ഥിതിക്ക് ഞാൻ പോണോ? അങ്ങനെ ഔദാര്യമൊന്നും വേണ്ട. നിനക്ക് സൗകര്യം ഉണ്ടെ പോയാ. അതത്രേ ഉള്ളൂ. എന്നാലും ഇവൻ പോവാത്ത സ്ഥിതിക്ക് ഞാൻ കൂടെ പോയില്ലെങ്കിൽ ആ കുട്ടി ഫീൽ ചെയ്യും അളിയ. കഷ്ടമല്ലേ? ദൈവമേ. ചെല്ല് ചെല്ല് ചെല്ല്. നേരത്തെ എന്നെ കുറ്റം പറഞ്ഞവരാ. പിന്നെ നിന്നെ പോലെയാണോ അവൻ? അവന് വിവരമുണ്ട്. പോടാ. Hello, Tuber and Tuber. 1 second. Sir, an incoming call for you. Yes, please. STD inside? STD ഉണ്ടോന്ന്? Sorry, ഇത് പബ്ലിക് കോൾ ഓഫീസ് അല്ല. മാഡം, എനിക്ക് ബോംബെ, കൽക്കട്ട, ഡൽഹി STD അല്ല വേണ്ടത്. ഐ മീൻ യുവർ റീജിയണൽ മാനേജർ മിസ്റ്റർ ST ഡാനിയൽ. ഞാൻ അദ്ദേഹത്തെ ചുരുക്കി STD എന്നാണ് വിളിക്കുന്നത്. ഉണ്ട്. അകത്തേക്ക് ചെല്ലൂ. താങ്ക് യു. ഹലോ. Where are you, Annie? Are you dreaming? ദിവാസ്വപ്നത്തിലായിരിക്കും. യെസ് സർ. നോ സർ. ഓക്കെ ഓക്കെ. ഇന്നലെ ടൈപ്പ് ചെയ്ത പേപ്പേഴ്സ് ഒക്കെ ഫോർവേഡ് ചെയ്യൂ. ഗുഡ് മോർണിംഗ് മിസ്റ്റർ ഡാനിയൽ. ഹലോ ടോണി. എപ്പോഴെത്തി? രാവിലത്തെ ഫ്ലൈറ്റിന് എത്തിയതേ ഉള്ളൂ. വരുന്ന വഴിയാ. ഒന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. സിംഗപ്പൂരൊക്കെ എങ്ങനെയുണ്ട്? ഒരു രാത്രിയെ തങ്ങാൻ കഴിഞ്ഞുള്ളൂ. അത്യാവശ്യമായിട്ടൊന്ന് ഹോങ്കോങ് വരെ പോയിട്ട് വന്നുകൊണ്ട് കാര്യമായിട്ട് കറക്കൊന്നും നടന്നില്ല. കണ്ണി കണ്ടതെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോന്നു. ഇത് സാറിന് ജോവൻ സ്പോട്ട് സെന്റ് ഫോർമെൻ. ഇതുപോലത്തെ ഒരു 1/2 ഡസൻ കിട്ടിയാ കൊള്ളായിരുന്നു. എന്താ ഇത്? അറിയില്ലേ? വായിലടിക്കുന്ന സുഗന്ധ കുപ്പി, മൗത്ത് സ്പ്രേ. വാക്കുകളിലുണ്ടാവുന്ന സൗന്ദര്യം ശ്വാസത്തിലും ഉണ്ടാവണം. സംഘടിപ്പിച്ചേ. ടോണിയുടെ ഫ്രിഡ്ജ് ശരിപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനാ ഇൻസ്റ്റാൾമെന്റ്? യുവർ എ ബിഗ് ഷോട്ട്. കാശ് 100,000 കാര്യങ്ങളല്ലേ സാറേ. ഇവിടെ നിന്ന് മേടിച്ച് അവിടെ കൊടുക്കുന്നു, അവിടെ നിന്ന് മേടിച്ച് ഇവിടെ കൊടുക്കുന്നു. എല്ലാം ഒരു തരം റൊട്ടേഷൻ. ഞങ്ങൾ ബിസിനസ്സുകാരെങ്ങനെ? വാങ്ങും, കൊടുക്കും, കൊടുക്കും, വാങ്ങും. ഓക്കെ ടോണി, അപ്പം നാളെ ഡെലിവറി. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അപ്പൊ ഞാൻ വരട്ടെ. For indoor, outdoor, day and night. Because life is a contact sport. യെസ്. 26. നല്ല വാർത്തയാ. വാ വാ. യോ, തന്റെ കല്യാണത്തിന് ഒരു വാക്ക്. താനൊക്കെ എന്തോ ഓലത്തെ സ്നേഹിതനാണോ? അല്ല, താൻ ക്ഷണിച്ചില്ലേലും എനിക്ക് വേറെ വഴിക്ക് ക്ഷണം കിട്ടിയേ. അന്ന് എന്തോ പറ്റി? ഓ, എന്റെ മോളിക്കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അവൾ ഒരേ പിടിവാശി, പുറത്തേക്കെങ്ങും പോയിരുന്നു. അവള് പറഞ്ഞ കേൾക്കാതിരിക്കാക്കൂ. ഒന്നില്ലേലും ഈ സ്ഥാനത്തേക്ക് എത്തിച്ച അവളല്ലേ. അവനെ നമ്മുടെ ആനിക്കുട്ടിയുടെ കാര്യം ഞാൻ ചെയർമാനോട്ട് സംസാരിച്ചു. പ്രൊമോഷന്റെ കൂടെ 400 ഇൻക്രിമെന്റ് കൂടി. എന്താ മോശ? അപ്പോ പ്രമോഷനായി. എടോ, ട്യൂബർ ആൻഡ് ട്യൂബറിന്റെ ബെസ്റ്റ് സെല്ലിംഗ് സ്റ്റേറ്റിന്റെ റീജിയണൽ മാനേജർ ST ഡാനിയൽ പറഞ്ഞാൽ ഹെഡ് ഓഫീസ് കേൾക്കായിരിക്കൂ. കേട്ടു, പ്രൊമോഷനായി, സാലറിയും കൂട്ടി. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്താ ജോണി കാണിക്കുന്നത്? കണ്ണാടി പോയ ഞാൻ ആകെ അപ്സെറ്റ് ആയിട്ടോ. മോളിക്കുട്ടി എനിക്ക് ബർത്ത്ഡേക്ക് പറ്റുന്ന സൂട്ടാണ്. ചീത്തയാക്കരുത്. ജോണി ജോണി
വേണ്ട വേണ്ട എത്രന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ സഹിക്കുന്നേ